ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. അതേസമയം കത്തിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരും ശക്തമാകുന്നു. ഒരു നേതാവും സ്വയംഭൂവായി ഉയർന്നു വന്നതല്ലെന്ന് ചെന്നിത്തലയെ കളിയാക്കി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കത്തിൽ വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. യാഥാർത്ഥ്യം കത്തിലെ ഉള്ളടക്കം തമസ്കരിച്ചൊരു വിഭാഗം മുന്നോട്ടു പോകുന്നു. വലിയ തോതിലുള്ള വിവാദങ്ങൾ തുടരുകയും ചെയ്യുന്നു. ചർച്ചയിലേക്ക് മടങ്ങിയെത്തും. ചർച്ചയിൽ നമ്മോടൊപ്പം KPCC സെക്രട്ടറി വിൻസെന്റും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ബാസുരേന്ദ്ര ബാബു, ഒപ്പം INTUC നേതാവ് ചന്ദ്രശേഖരനും. ശ്രീ ബാസുരേന്ദ്ര ബാബുവിലേക്ക്. ബാസുരേന്ദ്ര ബാബു, ഒരുപക്ഷെ വിവാദങ്ങൾ വീണ്ടും കൊഴുക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഹൈക്കമാൻഡിന്റെ പ്രതിനിധി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് പറഞ്ഞിരിക്കുന്നു. കത്ത് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നതിലേക്ക് പോകുമ്പോഴും, എന്തായാലും ഇക്കാര്യത്തിൽ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അടക്കം ഉള്ള ചില കേന്ദ്രങ്ങൾ A ഗ്രൂപ്പിലെ അവരുടെ നിരീക്ഷണങ്ങളിലേക്ക് വന്നാൽ ഇതിലെ ഉള്ളടക്കം ഒരുപക്ഷെ തമസ്കരിച്ചുകൊണ്ട് കത്തിൻ്റെ ഉറവിടം തേടിയുള്ള ഒരു പോക്ക്, അതിലെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപക്ഷെ ഉറവിടം ദില്ലിയിൽ നിന്നടക്കം, ദില്ലിയിൽ തന്നെ ചെന്നിത്തലയിലൂടെയാണ് ഈ വാർത്ത വന്നത് അല്ലെങ്കിൽ പുറത്തുവിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രകടമായി വരികയും ചെയ്യുന്നു. മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാൽ അല്ല, ഒരു കത്ത് അത് അതിൻ്റെ റിയാലിറ്റി, വാസ്തവികത അവതരിപ്പിക്കണമെങ്കിൽ പ്രജീഷ് ഒന്നുകിൽ അയച്ചയാൾ അത് ഞാൻ അയച്ചു എന്ന് ഓൺ ചെയ്യണം, അതല്ലെങ്കിൽ ലഭിച്ചയാൾ ആ കത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയണം. ആ രണ്ട് വഴികളെ സത്യത്തിൽ ഒരു കത്തിൻ്റെ ഇടപാടുകളെ കുറിച്ച് മൂന്നാമതൊരാൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആധികാരികമായി. ഇവിടെ എന്താണ്, അയച്ചു എന്ന് പറയപ്പെടുന്നയാൾ അത് ഡിസോൺ ചെയ്തു, അയച്ചിട്ടില്ല. അതേമാതിരി ലഭിച്ചു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്ത് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. അതുകൊണ്ട് കത്തുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഈ അയച്ചതും ലഭ്യതയും വെച്ച് ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ കത്തിന്റെ ഉള്ളടക്കം തമസ്കരിച്ചാൽ ഗുണം ലഭിക്കുക, ഉള്ളടക്കം തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു, ഉറവിടം തേടിയുള്ള യാത്രയിലേക്ക് കാര്യങ്ങളെ കേന്ദ്രീകരിക്കപ്പെടുന്നുവോ ഒരു ഇടപെടൽ? അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഉള്ളടക്കം പ്രധാനമായിരിക്കുന്നതുകൊണ്ട് ആർക്കും അത് തമസ്കരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കത്ത് ഉണ്ട് എന്ന് തന്നെ ഞാനൊക്കെ വിശ്വസിക്കുന്നു. അതിന് കാരണം കത്തല്ലെങ്കിൽ ഏതോ രൂപത്തിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവരെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ര വലിയൊരു ദേശീയ പത്രത്തിൽ അത് വാർത്തയാകുമായിരുന്നില്ല. ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും ഇത് വാർത്തയായിരിക്കുന്നത് കൊണ്ട് കത്തില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ അങ്ങൊരു വാർത്ത വന്ന സ്ഥിതിക്ക് കത്തിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് പോകട്ടെ. പക്ഷേ കത്തിനെ മുൻനിർത്തി ഉണ്ട് എന്ന് പറഞ്ഞ ഉള്ളടക്കമുണ്ടല്ലോ, ആ ഉള്ളടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങളാണ് വിശദീകരിക്കുന്നത്. നായർ ഈഴവ സമുദായത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ആര്? അതുപോലെ തന്നെ അഴിമതി, സ്വജനപക്ഷപാതം, അത്തരം കാര്യങ്ങളാണ് പരാജയത്തിൻ്റെ ആസന്ന കാരണം. ഈ കാരണങ്ങളെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയുടെ നേർക്കാണ് കുന്തമുന നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീതസമരത്തിൻ്റെ തുറന്ന മുഖമായി അത് മാറുന്നു. ഒരുപക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് ആകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച ഒരു സംഘം ചേരലാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഞാൻ കരുതുന്നു. അത് നേരിട്ട് ആണ് യുദ്ധമെങ്കിലും പരോക്ഷമാണ് യുദ്ധമെങ്കിലും മത്സരം മെറിറ്റ് ഒരുപക്ഷെ അതിലേക്കായിരിക്കും പോവുക. ശ്രീ വിൻസെന്റ്, KPCC സെക്രട്ടറി, ഇവിടെ ഗൂഢാലോചന എന്ന് I ഗ്രൂപ്പ് എന്ന് വൈകിട്ടും ഇന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഒളിഞ്ഞിരുന്ന് കാര്യങ്ങളെ വിലയിരുത്തുകയാണോ? കാരണം ആ സംശയത്തിലേക്ക് അടക്കം പോകുന്ന കത്തിൻ്റെ ഉള്ളടക്കം ഇവിടെ നിന്ന് ദില്ലിയിൽ നടക്കം ഒരുപക്ഷെ വരുന്നത് ആ രീതിയിലുള്ള വാർത്തകളാണ്. ചെന്നിത്തലയിലൂടെ തന്നെയാണ് കത്ത് പോകുന്നത്. എങ്കിൽ ഇവിടെ പ്രകടമായി വരുന്ന വസ്തുത, ഇവിടെ ബാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെയുള്ള വരാൻ പോകുന്ന കാര്യങ്ങളെ തമസ്കരിക്കാൻ കഴിയുമോ? ഡയറക്റ്റ് ഉത്തരം. വാസ്തവത്തിൽ ഇത് വളരെ രസകരമായിട്ടാണ് ഈ ചർച്ചകൾ ഇന്ന് മാധ്യമങ്ങൾ നടക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ശ്രീ ബാസുരേന്ദ്ര ബാബു രസകരമായി കൊണ്ടുപോയത് ചെന്നിത്തലയാണ്. അല്ലല്ല, ഇവിടെ വളരെ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, കത്തയച്ചയാൾ പറയുന്നു ഞാൻ കത്തയച്ചിട്ടില്ല, ലഭിച്ചു എന്ന് പറയുന്ന കേന്ദ്രങ്ങളും കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ഒരു കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പക്ഷേ അത് അങ്ങ് പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾ തിരുവഞ്ചൂരിനടക്കം മനസ്സിലായില്ല. അത് ആഞ്ഞത് കൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹം തുറന്നു പറയേണ്ടി പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. എം എം ഹസനോ അല്ലെങ്കിൽ തിരുവഞ്ചൂരോ ലാലി വിൻസെന്റോ അല്ലെങ്കിൽ അതിനെ ചുവട് പിടിച്ച് ആദ്യം തന്നെ പിടിപൊട്ടിച്ച ചന്ദ്രശേഖരനോ ഇതൊന്നും ആർക്കും മനസ്സിലാകാഞ്ഞിട്ടാണോ? ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഈ ചർച്ച KPCC യോഗത്തിൽ ഉണ്ടായിരുന്നു.
ചർച്ചയല്ല, അതിനകത്ത് അഭിപ്രായ പ്രകടനങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം വളരെ വ്യക്തമായി തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നു, കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചാടിക്കേറി മാധ്യമങ്ങളിൽ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അഭിപ്രായം KPCC രേഖപ്പെടുത്തി. അന്ന് അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് ആലോചനയില്ലാതെ പറഞ്ഞ ആളുകൾക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസിലാണ് അവിടെ ഇരുന്നത്. അവർക്കൊരു കുറ്റബോധം അങ്ങനെ പറഞ്ഞതിലുണ്ടായി. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു കത്തിനെ, പക്ഷെ അവിടെയാണ് എനിക്ക് ഇപ്പോഴും സംശയം. ശ്രീ വാസുദേവ ബാബുലി, ഞാൻ ഒറ്റ ചോദ്യം, കാരണം ആഭ്യന്തരമന്ത്രിയുടെ പേരും വെച്ച് ഒപ്പമിട്ടൊരു കത്ത് പോകുന്നു. ഇതൊരു പക്ഷേ വലിയൊരു ക്രിമിനൽ കുറ്റം കാരണം ഉണ്ടാകാനില്ല. ഈ ഘട്ടത്തിൽ പോലും ചെന്നിത്തല തുടരുന്ന മൗനം അല്ല, അതിനകത്ത് കത്തുണ്ട് എന്ന കാര്യത്തിൽ എനിക്കോ താങ്കൾക്കോ മാധ്യമരംഗത്തുള്ളവർക്കോ എന്തിന് ഇപ്പോൾ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലുമോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കത്തുണ്ടാകും, പക്ഷേ കത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ അതോറിറ്റി ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറല്ല. അങ്ങനെ ഒരു പ്രതീക്ഷ സത്യത്തിൽ ഇവിടെ മാത്രമല്ല, സരിതയുടെ കത്ത്, അതുപോലെ CD, ഈ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള സർക്കാർ വന്നതിന് ശേഷം നാം കാണുന്ന വളരെ ഷെയ്ഡിയായ ഡ്യൂബിയസായ ഒരു പ്രവർത്തന ശൈലി, ദുരൂഹമായ ശൈലി. കത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സരിതയുടെ കത്തുണ്ട് എന്ന് മലയാളികൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 23 പേജ് കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടുള്ള ധാരാളം ആളുകൾ ഏതായാലും കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷേ കത്ത് കാണുന്നില്ല. എന്ന് പറയുമ്പം കത്ത് വെച്ച് വിലപേശാൻ പാകത്തിൽ ഈ മാത്രമല്ല കത്തിലെ ഉള്ളടക്കം ഒരുപക്ഷെ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ ഇവിടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള വാചകങ്ങളാണ്. ഒരുപക്ഷെ അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അതിവിടെ ഉപയോഗിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഘടകങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് പോകുമെന്ന ഒരു ഉൾക്കാഴ്ചയോടുകൂടി അതിൻ്റെ ഉള്ളടക്കത്തെ വ്യാഖ്യാനിച്ചാൽ അത് ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്, ഹൈന്ദവ സമുദായത്തിനെ പിണക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ഒരു കാരണം, മറ്റൊന്ന് അഴിമതി. ഇത് രണ്ടും ശരിയാണല്ലോ. ആ അർത്ഥത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ച ഉറപ്പായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷമുള്ള വരുന്ന തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും എന്ന നിലയ്ക്കുള്ള മുൻകൂട്ടി ഒരേറാണത്. യെസ്, തീർച്ചയായും. അങ്ങനെ സംശയിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറയുമോ? കാരണം വിൻസെന്റ്, പലരും KPCC ഭാരവാഹികളടക്കം പുറത്തോട്ട് വിട്ട വാക്ക് തിരിച്ച് വിഴുങ്ങുന്ന ഒരു ഘടകം ഉണ്ടായിട്ടുണ്ടെങ്കിലും വസ്തുതകൾ ഇപ്പോഴും പ്രകടമായി നിൽക്കുന്നു. വളരെ ഇദ്ദേഹം പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമല്ലേ, ഈ ഗവൺമെൻറ്റിനെതിരെ വന്നിട്ടുള്ള രേഖകളെന്നും CD-കളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്തുകളായിരുന്നാലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന എല്ലാ പേർക്കും അറിയാം, ഒരു ഗവൺമെൻറ്റും നിലവിലില്ലാത്ത കത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു, ഇല്ലാത്ത CD-യുടെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു. സങ്കല്പ ലോകത്ത് നിന്ന് കണ്ട് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷമല്ല, അപ്പുറത്തേക്ക് തിരുവഞ്ചൂരടക്കം ഇന്ന് പൊട്ടിച്ച ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ അതാണ് ഇന്ന് ചർച്ചയ്ക്ക് ഒരു പക്ഷേ എടുക്കാൻ പോലും ഘടകമായത്. അല്ല, തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമന്ത്രി മൗനം പാലിച്ചു എന്ന്. ഇതിനെ സംബന്ധിച്ച് ആദ്യമായി അഭിപ്രായം പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കത്തിനെ കുറിച്ച് അദ്ദേഹം അവിടെ അഭിപ്രായം പറഞ്ഞു, KPCC മീറ്റിങ്ങിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു, ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. എവിടെയാണ് അദ്ദേഹം മൗനം പാലിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും എവിഡൻ്റായി നമ്മുടെ മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം മൗനം പാലിക്കുന്നു എന്ന് പറയുന്നു. എന്ത് ന്യായമാണ്? പിന്നെ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടുള്ള ചർച്ച CPM സംസ്ഥാന കമ്മിറ്റി നടത്തേണ്ടതുണ്ട്. തീർച്ചയായും അത് നടത്തണം. കാരണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന എല്ലാ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട പാർട്ടി അല്ലേ ഇനി പ്രതിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞങ്ങളാണോ? അതെന്തോ ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ ഭരണപക്ഷ പ്രതിപക്ഷ, പക്ഷേ മെറിറ്റ് ലക്ഷ്യമിട്ട ആളുകൾക്ക് ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു. മറഞ്ഞിരുന്നവർ പക്ഷേ അത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അത് അങ്ങനെ ഒരു സംശയത്തിലേക്ക് ആരെങ്കിലും പോയാൽ അതിനെ സംശയിക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ എന്തായാലും വാസുദേവ ബാബുവിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. കാരണം ഉള്ളടക്കം സംബന്ധിച്ച് വസ്തുത നിലനിൽക്കുന്നു. ഉള്ളടക്കം എങ്ങനെയായിരിക്കും, എന്തായാലും വരുന്ന ആളുകളിൽ ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുക. ശ്രീ വാസുദേവ ബാബു, എന്തായാലും ഹൈക്കമാൻഡ് 3 പേരെയും ഒരുമിച്ച് ഒരു പക്ഷേ വിളിച്ച് ദില്ലിയിൽ ചർച്ച നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വസ്തുതകളിലേക്ക് വരുമ്പോൾ, കാരണം ഒരു BJPയുടെ അടക്കം ഹൈന്ദവ ഒരു ഏകീകരണത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഒരു ഹിന്ദു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിലേക്ക് അടക്കം ഒരു പക്ഷേ അടക്കം കോൺഗ്രസ് ചിന്തിച്ചുകൂടായ്മയൊന്നുമില്ല. ഈ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് വ്യക്തമായ പദ്ധതിയിലൂടെ
ഒരുപക്ഷെ 67 ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അടക്കം പോയേക്കാം. കോൺഗ്രസിന്റെ നില അത്രത്തോളം പരിതാപകരമാകും എന്ന നിലയിലേക്ക് വരെ ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചതായിട്ടാണ് ഒരുപക്ഷെ വിവരം ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ വ്യക്തമായ പ്ലാനിങ്ങോടെയാണോ ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാതിരി ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കങ്ങളില്ല. കാരണം കത്ത് ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചു കഴിഞ്ഞു. കത്തില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അതിനെതിരെ പക്ഷേ വ്യാജരേഖയ്ക്കെതിരെ കേസെടുത്ത മാതിരി എടുത്തേനെ. ഒരു അന്വേഷണവുമില്ലല്ലോ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഒപ്പിട്ട കത്ത് ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. ഡിസോൺ ചെയ്യുകയല്ലാതെ അതിനെതിരെ യാതൊരു നടപടിയും ആഭ്യന്തര മന്ത്രി എടുത്തിട്ടില്ല. അതുകൊണ്ട് കത്തുണ്ട് എന്ന് അനുമാനിക്കാം. ഇതാണ് ഇപ്പോഴത്തുള്ള ശൈലി, കോൺഗ്രസ്സുകാരുടെ ശൈലിയാണ്. തീർന്നില്ല, മറ്റൊരു കാര്യം കൂടി പറയാം. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. എന്താ ഇപ്പോൾ ഒരു കത്ത് വരാൻ ഇടയായ കാര്യം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലെ പിന്നോട്ടടി പരാജയം. ആ പരാജയത്തെ മുൻനിർത്തി വരാനിരിക്കുന്ന ഇതിലും വലിയ പരാജയം, ആ പരാജയത്തിൻ്റെ ഉത്തരവാദി ആരെയാണ് നേരത്തെ പറയുന്നു. അങ്ങനെ നേരത്തെ പറയുമ്പോൾ ഒരു കാര്യം കൂടി രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖം മിനുക്കൽ പരിപാടി കൊണ്ട് കഴിയില്ല. പ്രജീഷ് അദ്ദേഹം പറയുന്നത് ഒരു മേജർ സർജറി, വലിയ ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും എന്ന് പറഞ്ഞാൽ ഒന്നാമനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വിൻസെന്റ് അത് തള്ളിക്കളഞ്ഞാലും ആ ഘടകം തന്നെയാണ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ചന്ദ്രശേഖരൻ ആവർത്തിച്ചത്. അതങ്ങനെയുള്ള സാഹചര്യങ്ങളെ തള്ളിന്ന് കളയാൻ കഴിയുമോ? മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പറയുന്ന ജോസഫ് വാഴക്കൻ പറയുന്ന ഗൂഢാലോചന, ഇതെന്തായാലും പുറത്തുനിന്നൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്തായാലും കത്തയച്ച് അയക്കുമെന്ന് താങ്കൾ കരുതുന്നില്ലല്ലോ. എങ്കിൽ അവിടെ ഇത് എവിടെ നിന്ന് ഇത്തരം മൗനങ്ങൾ ഒരുപക്ഷെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നില്ലേ? ഒരു മൗനവുമില്ല. ഇവിടെ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യാജക്കത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ അന്വേഷിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ബാസുരേന്ദ്ര ബാബുവും അതറിയാതെ ആയിരിക്കും അദ്ദേഹം ഇങ്ങനെ അല്ല ഞാൻ പറയട്ടെ, ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന്. രണ്ട്, ഞങ്ങളെന്തോ വലിയ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കണം, 95 മുതലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നടക്കുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച വിജയമാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നടന്ന ഞങ്ങൾ അധികാരത്തിൽ നിന്ന് 2005 നടന്ന തെരഞ്ഞെടുപ്പിൽ 2 ജില്ലാ പഞ്ചായത്താണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 260 പഞ്ചായത്തുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് 300-ലേറെ പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്ത്. ഇത് അധികാരത്തിലിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നേടിയിട്ടുള്ള ഏറ്റവും മികച്ച വിജയമാണ്. തകർന്നു തരിപ്പണമായി എന്ന് പറയുമ്പോൾ കെ പി സി സിയുടെ അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു കത്ത് ഹൈക്കമാൻഡിലേക്ക് പോവുക, അതിന്റെ ആ ഒരു വസ്തുതയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് മൗനം? സുധീറിനടക്കം അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അന്വേഷണം അല്ലെങ്കിൽ ഏത് രീതി കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ശ്രീ വിൻസെന്റ്, അല്ല, കൃത്യമായി പറഞ്ഞാൽ ഈ മൗനം എന്ന് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം 3 തവണ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. പിന്നെ 16 വർഷക്കാലം AICC ഭാരവാഹിയും 9 വർഷക്കാലം KPCC പ്രസിഡന്റുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു കത്ത് അയക്കുകയില്ല എന്നുറച്ച വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ന് UDF-നെ ബാധിക്കുന്നതല്ല. ഇത്ര വലിയൊരു പരാജയത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ? ഇങ്ങനൊരു പരാജയം പറ്റിയെന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പാർട്ടി തകർന്നിരിക്കുകയാണ് എന്ന് തിരുവഞ്ചൂർ പക്ഷേ ഇന്ന് ഓർമ്മിപ്പിച്ചത് നേതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വഴിക്ക് പറയണം. ഒരു നേതാവും സ്വയംഭൂവായി ഉയർന്നു വരുന്നവരല്ല. ഹരം കൊള്ളിക്കുന്ന പ്രസ്താവനകൾ പാടില്ല. ഇതൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു. ഇത് തന്നെയാണ് പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ചെന്നിത്തലയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിനുള്ള ഓർമ്മപ്പെടുത്തൽ. പൊതുവെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാധ്യമങ്ങൾ വന്ന് പാർട്ടി നയത്തിനെതിരായി പാർട്ടിയിൽ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതിന് അതാണല്ലോ KPCC-യിലും സംസാരിച്ചിട്ടുള്ളത്, KPCC യോഗത്തിൽ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ച് കുറ്റബോധത്തോടു കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇരുന്നതാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള എനിക്ക് പറയാൻ സാധിക്കും. തെറ്റുപറ്റിപ്പോയത്. കാരണം ആഭ്യന്തരമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, ഇങ്ങനെ ഒരു കത്ത് ഞാൻ അയച്ചിട്ടില്ല. എങ്ങനെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ കാര്യങ്ങൾ ധരിപ്പിക്കണം? എന്തായാലും സുധീരന്റെ നിലപാട് ഒരു പക്ഷേ ഗ്രൂപ്പ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ കൂടിയും ഐ ഗ്രൂപ്പ് മെനയുന്ന ആ ഒരു തന്ത്രങ്ങളിൽ ഏതൊക്കെ നിലയിലുള്ള മുൻവിധിയോടുകൂടിയുള്ള
തന്ത്രങ്ങൾ മെനയുന്നു, കെണിയൊരുക്കുന്നു തുടങ്ങി എന്തായാലും വാസുദേന്ദ്ര ബാബുവിലേക്ക് എത്താം. ശ്രീ വാസുദേന്ദ്ര ബാബു, ഉറവിടം എവിടെയെന്നുള്ള ആ ചർച്ച മാറ്റിവെച്ചാൽ എന്തായാലും വസ്തുത ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട്. ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത സ്ഥിതിക്ക് അതാത് തലങ്ങൾ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടി എന്തായാലും ഉള്ളടക്കം സംബന്ധിച്ച് ചർച്ചയിലേക്ക് പോയാൽ കൂടുതൽ പരിങ്ങലിലേക്ക് ആകുന്ന ഒരു സാഹചര്യം. ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഏത് രീതിയിലായിരിക്കും? കാരണം ചെന്നിത്തലയെ പോലെയുള്ള പരിണതപ്രജ്ഞനാണ് അവിടെ വലിയ തോതിലുള്ള പിടിപാടും അല്ലെങ്കിൽ ഇടപെടൽ കഴിയുവാൻ ഒക്കെ തന്നെ കഴിയുന്ന വ്യക്തി. വാസനിക്കടക്കം, മുഗൾ വാസനിക്കടക്കം കത്ത് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ചെന്നിത്തല രൂപീകരിച്ച തന്ത്രത്തിലൂടെയാണോ പോകാൻ സാധ്യത? ഹൈക്കമാൻഡിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ കാര്യങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നടക്കം ചെയ്ത സ്ഥിതിക്ക് വ്യക്തമായൊരു ബോധ്യമുള്ള കേരളത്തിൻ്റെ കാഴ്ചപ്പാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിയൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് എങ്ങനെയായിരിക്കും ഒരു നിലപാടിലേക്ക് പോവുക? അന്ത്യം അല്ല, അതിനകത്ത് ശ്രീ വിൻസെന്റ് പറഞ്ഞേ, ഇപ്പൊ കത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാം. എങ്കിൽ പോലും കത്തില്ല എന്ന് പറഞ്ഞ പിന്നെ രമേശ് ചെന്നിത്തലയുടെ തൊട്ടടുത്ത ദിവസമാണ് ദൃശ്യമാധ്യമങ്ങൾ കത്ത് കാണിച്ചത്. അതിനുശേഷം അത് ഡൽഹിയിൽ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പുതിയൊരു കാര്യം ഞാൻ ഇനി പറയാനില്ല, വളരെ വ്യക്തിഗതമായ കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നേതാക്കളെ കാണുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട വളരെ വ്യക്തിഗതമായ കാര്യമാണ്. അതേ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ശ്രീ വിൻസെൻ്റ് വിശ്വസിക്കുന്ന മാതിരി ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സ്വകാര്യമായിട്ട് കോൺഗ്രസ് നടത്തുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്കറിയാവുന്നത്. പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതേ സംബന്ധിച്ച് അന്വേഷണം ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി കേരള രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രധാനം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത്തരം ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരായി ചില വാദമുഖങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മേൽ ധ്രുവീകരണം നടക്കുന്ന പക്ഷം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിക്കകത്ത് ഇതുവരെ ഉമ്മൻചാണ്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു നേതൃത്വം, ഏകാധിപത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അംഗീകാരം അത് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരാം. അവസാനമായി ശ്രീ വിൻസെന്റ്, പ്രകടമായി പറഞ്ഞാൽ വരുന്ന ആളുകൾ കോൺഗ്രസിൽ ഒരുപക്ഷെ കത്ത് മുൻനിർത്തിയോ അല്ലെങ്കിൽ അതിലെ ഉള്ളടക്കം സംബന്ധിച്ചോ വലിയ പൊട്ടിത്തെറി ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഹൈക്കമാൻഡ് പോകും. ഇതൊക്കെ ബോധ്യത്തോടു കൂടിയാണ് ഈ വാദവും ഉയർത്തി വിട്ടതും ആ വിട്ടവർക്ക് ഒരു പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടതും അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോയി. എന്തായാലും കാര്യങ്ങൾ ഗുണകരമാകില്ല. ഒരിക്കലുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഹൈക്കമാൻഡ് എല്ലാ സ്റ്റേറ്റുകളിലെയും സുപ്രധാന നേതാക്കന്മാരുമായി അതാത് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ ഈ കത്ത് വിവാദം വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 14-ാം തീയതി KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ വിളിപ്പിച്ച് അവിടെ പോകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും 15-ാം തീയതി തന്നെ KPCC പ്രസിഡന്റ് ഡൽഹിയിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അഹമ്മദ് പട്ടേലിനെ രാത്രി പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയൊക്കെ തന്നെ വാർത്തയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സ്റ്റേറ്റ് നേതാക്കന്മാരെയും വിളിക്കുന്നത് പോലെ ഇവിടെയും നേതാക്കന്മാർ ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിലെയും ആസാമിലെയും നേതാക്കന്മാർ ഹൈക്കമാൻഡുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തും. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള കെട്ടുകഥകളും ഈ ഗവൺമെന്റിനെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളത് തെളിവാണ്. CD എടുക്കാൻ പോയ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ്. ഇത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തെല്ലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ആ സംഭവ. വളരെ വ്യക്തമാണ്. എന്തായാലും സമയക്കുറവ് കൊണ്ട് ഇടപെടേണ്ടി വരുന്നു. ശ്രീ വാസുദേന്ദ്ര ബാബു, ഒപ്പം തന്നെ വിൻസെന്റ് ചർച്ചയിൽ പ്രതികരിച്ചതിനും കാര്യങ്ങളെ നിരീക്ഷിച്ചതിനും വാസുദേന്ദ്ര ബാബു.